ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പോക്കോ ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്ത പോക്കോ X3 എന്ന മൊബൈലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് റീറ്റെയിൽ ബോക്സ്. ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് X3 എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും ഇന്ത്യാസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Qualcomm Snapdragon 732G എന്ന ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ചിപ്സെറ്റിൽ വരുന്ന ആദ്യത്തെ ഫോണാണ് X3. കൂടാതെ 6000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് 64 MB AI ക്വാഡ് ക്യാമറ, 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചറാണ് 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, 10 വാട്ട് റിവേഴ്സ് ചാർജിംഗ്, 2x2 മിമോ വൈഫൈ. ഈ ഫോൺ 3 വേരിയൻ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB 64GB ബേസ് മോഡലിന് 17,000 രൂപയും 6GB 128GBക്ക് 18,500ഉം അതുപോലെ തന്നെ 8GB 256GBക്ക് 21,000 രൂപയാണ് വില. കൂടാതെ 2 കളറിലും ഇത് അവൈലബിൾ ആണ്, ബ്ലൂ ആൻഡ് ഗ്രേ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 6GB 128GB ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ UFS 2.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ LPDDR4X റാമുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു യെല്ലോ ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് സിം ഇജക്ടർ ടൂള് കിട്ടുന്നുണ്ട്. കൂടാതെ യൂസർ മാനുവലും ഒരു TPU ക്ലിയർ കേസും കിട്ടുന്നുണ്ട്. കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നാണ് തോന്നുന്നത്. ഫോണിൽ നമുക്ക് പിന്നെ ഇട്ട് നോക്കാം. തൽക്കാലം മൊബൈലൊന്ന് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും അടിയിലായിട്ട് ചാർജറും ടൈപ്പ് C കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജർ നോക്കിക്കഴിഞ്ഞാൽ പോക്കോ X2ൻ്റെ 18 വാട്ട് ചാർജറിനേക്കാളും ചെറിയൊരു ചാർജറാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ചാർജിംഗ് പോർട്ടിൽ റെഡ് കളറാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണിന് 33 വാട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ചാർജർ തന്നെയാണ്. ഡേറ്റ കേബിൾ നോക്കിയാലും ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ തന്നെയാണ്. അതിലും റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ പോക്കോ X2ൻ്റെ അതേ ഫോം ഫാക്ടറിൽ തന്നെയാണ് ഈ ഫോണും ചെയ്തിരിക്കുന്നത്. 225 ഗ്രാം വെയിറ്റ് ഉണ്ട്. കയ്യിൽ വെയിറ്റൊക്കെ നല്ലപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഫോൺ ഒരുപാട് ഹെവി ആയിട്ട് തോന്നത്തില്ല. പോക്കോ X2ലാണെങ്കിൽ ബാക്ക് സൈഡ് ഗ്ലാസ് ആയിരുന്നു. ഇവിടെ നമുക്ക് പോളികാർബണേറ്റ് ആണ് കിട്ടുന്നത്. സർക്കിൾ ഷേപ്പിലുള്ള ക്യാമറ ലേഔട്ടും സെൻറ്ററിൽ ഡിസൈനോട് കൂടി പോക്കോ എന്ന് എഴുതിയേക്കുന്നതുമൊക്കെ പോക്കോ X2ൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഫോണിൻ്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് സിം ട്രേ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ബോട്ടം സൈഡിലായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് C പോർട്ട്, മൈക്രോഫോൺ ഹോൾ, കൂടാതെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഗ്രില്ലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിംഗർ പ്രിൻ്റ് സ്കാനറും വോളിയം റോക്കേഴ്സുമാണ് കാണുന്നത്. ടോപ്പ് സൈഡിലായിട്ട് IR ബ്ലാസ്റ്ററും സെക്കൻഡറി മൈക്രോഫോൺ ഹോളുമാണ് ഉള്ളത്. ഇനി ഡിസ്പ്ലേയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6.67 ഇഞ്ച് സെൻറ്റർ പഞ്ച് ഹോളോട് കൂടിയ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പോക്കോ X2ൽ ഡുവൽ പഞ്ച് ഹോൾ ആയിരുന്നു. ഇനി ഫോൺ ഓണാക്കുന്നതിന് മുമ്പായിട്ട് കേസ് ഒന്ന് ഇട്ട് നോക്കാം. ക്ലിയർ കേസ് ആയതുകൊണ്ട് തന്നെ പോക്കോ X3യുടെ ഡിസൈനൊക്കെ നമുക്ക് പുറത്ത് കാണാം. അതുപോലെ കേസ് ഇട്ടതിന് ശേഷവും ഫോൺ വലിയ ബൾക്കി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും തരുന്നില്ല. കൂടാതെ ചാർജിംഗ് പോർട്ട് കവർ ചെയ്യുന്ന ഒരു പോർഷനും കൂടെ കേസിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ക്യാമറ ബമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഒന്നും വീഴുമെന്ന് പേടിക്കേണ്ട. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുകയാണെങ്കിൽ ഈ കേസ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം. പോക്കോ X2ലും അങ്ങനെ തന്നെയായിരുന്നു. പോക്കോ X2ൻ്റെ സൈഡ് ഫ്രെയിം മാറ്റ് ഫിനിഷ് കളറിലാണ് കൊടുത്തിരുന്നത്. X3ലാകട്ടെ ഗ്ലോസി ഫിനിഷാണ്. അതുപോലെ തന്നെ പോളികാർബണേറ്റ് ആയതുകൊണ്ട് സ്ക്രാച്ച് പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസ് കൂടുതൽ ഷെയർ ചെയ്യാത്ത രീതിയിൽ വേണം സെറ്റപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ മെയിനായിട്ട് പേഴ്സണലൈസേഷൻ ആഡ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി സെറ്റിങ്സ് ഒന്ന് നോക്കാം. എബൌട്ട് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ
ആൻഡ്രോയിഡ് 10 ബേസ്ഡ് MUI 12 ആണ്. പോക്കോ X2ലെ അതേ ലേഔട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2.3 GHz ഒക്ടാകോർ പ്രൊസസ്സറും ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 9/1/2020 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11ൻ്റെ അപ്ഡേറ്റ് ഉടനെ കിട്ടുന്നതാണ്. കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 2x2 മിമോ വൈഫൈയും ആണ് ഇവിടെ കിട്ടുന്നത്. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈഫൈ ആണത്. ബ്ലൂടൂത്ത് 5.1ഉം കൂടാതെ ഗ്ലോബൽ വേരിയൻറ്റിലാണെങ്കിൽ NFC ഉണ്ടായിരുന്നു. ഇന്ത്യൻ വേരിയൻറ്റിൽ അത് കൊടുത്തിട്ടില്ല. ഇനി ഡിസ്പ്ലേ സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് മോഡ് അവരവരുടെ യൂസേജ് അനുസരിച്ച് ടൈമിംഗ് സെറ്റ് ചെയ്യാവുന്നതാണ്. റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ 120 ഹെർട്സും 60 ഹെർട്സുമായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാർക്ക് മോഡും ഓട്ടോ റൊട്ടേഷൻ, ഫോണ്ട് സ്റ്റൈൽ, ടെക്സ്റ്റ് സൈസ്, അതുപോലെ ഫുൾ സ്ക്രീൻ മോഡ്, കളർ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട്. VR സെറ്റിംഗ്സ്, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ സെറ്റിങ്സും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നോച്ച് ഇഷ്ടപ്പെടാത്തവർക്കായി നോച്ച് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റൈലിലുള്ള ഓപ്ഷൻസാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയിൽ പോലും ബാറ്ററി സേവിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്സ് ഓപ്പൺ ആക്കുന്ന സ്പീഡൊക്കെ വളരെ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ്, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബ്ലാക്കൊക്കെ നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഫോൺ അൺലോക്ക് ആവുന്നത്. സക്സസ് റേറ്റ് കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് നോക്കിയാലും വളരെ ഫാസ്റ്റായിട്ടാണ് അൺലോക്ക് ആവുന്നത്. ഫേസിന് ഡയറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവും. മുകളിലായിട്ട് ഫേസ് സിമ്പിൾ മാറി ടിക്ക് സിമ്പിൾ ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഐസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഫേസ് ID അൺലോക്ക് ചെയ്യുന്നത്. അതൊരു നല്ല ഫീച്ചറാണ്. ഫോണൊന്ന് ചരിച്ച് വെച്ചതിന് ശേഷം പവർ ബട്ടൺ ഓൺ ചെയ്തിട്ട് എൻ്റെ ഫേസിലോട്ട് കാണിക്കുന്ന സമയത്ത് അൺലോക്കായി വരാനായി കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഫേസ് ID വെറും ഒരു ഫീച്ചർ മാത്രമാണ്. ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും എപ്പോഴും കുറച്ചുകൂടി സെക്യൂരിറ്റി കൂടുതൽ. ഇനി നമുക്ക് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫൈനലി നമുക്ക് ക്യാമറ കൂടി എങ്ങനെയുണ്ടോയെന്ന് നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോക്കോ X2ൻ്റെ അതേ ലേഔട്ട് തന്നെയാണ് ഇവിടെയും കാണുന്നത്. പക്ഷേ X3ക്ക് മാത്രമായി കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോർമലി കിട്ടുന്നത് പോലെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, പ്രോ മോഡ്, അങ്ങനെ എല്ലാവിധ മോഡുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ സെറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 720p, 1080p 30 ആൻഡ് 60 FPS, 4K 30 വിത്ത് EAS ലഭിക്കുന്നുണ്ട്. ഫോട്ടോ മോഡിലും വീഡിയോ മോഡിലും ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കൂടാതെ ഫോട്ടോ മോഡിൽ HDR, AI കളർ ബൂസ്റ്റർ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ലഭിക്കുന്നുണ്ട്. കൂടാതെ 720p റെസൊല്യൂഷനിൽ മാക്രോ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയുന്നു. അതിൻ്റെ സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. റിയൽമി 7 പ്രോയ്ക്ക് കട്ട കോമ്പറ്റീഷനുമായിട്ടാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. റിയർ ക്യാമറയിൽ ബെറ്റർ ആയിട്ടുള്ളത് പോക്കോ X3 ആണ്. വൈഡ് ആംഗിളും 13 മെഗാപിക്സലാണ്. അതുപോലെ തന്നെ ക്യാമറ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. പക്ഷേ സെൽഫി ക്യാമറയിലാകട്ടെ പോക്കോ X3യിൽ 20 മെഗാപിക്സൽ ക്യാമറയാണ്. അവിടെ റിയൽമി 7 പ്രോയാണ് മുമ്പിൽ നിൽക്കുന്നത്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് അതിൽ കിട്ടുന്നത്. ഈ രണ്ട് ഫോണും തമ്മിൽ 1500 രൂപ വ്യത്യാസമുണ്ട് 6GB 128GB വേരിയൻ്റ് എടുക്കുമ്പോൾ. അതുമല്ല റിയൽമി 7 പ്രോയിലാകട്ടെ 64GB ഇല്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 20,000 രൂപയാണ്. ഹൈബ്രിഡ് സിം ഡ്രേ ആയതുകൊണ്ട് തന്നെ ഒരു സിമ്മും മെമ്മറി കാർഡും നിങ്ങൾക്ക് ഒരു സമയം യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പോക്കോ X3യുടെ ബേസ് മോഡൽ 17,000 രൂപയ്ക്കൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ബാറ്ററി ലൈഫ്, ബെസ്റ്റ് ഡിസ്പ്ലേ, ബെസ്റ്റ് പെർഫോമൻസും തരുന്ന ഈ ഫോൺ 20,000 രൂപയ്ക്ക് താഴെയുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓപ്ഷനാണിത്.
പക്ഷേ 225 ഗ്രാം വെയിറ്റ് വരുന്ന ഫോൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്കായിട്ടും കയ്യിൽ ഒതുങ്ങുന്ന ഫോം ഫാക്ടറിലുള്ള മൊബൈലുകൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ, 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, തീരെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേയും ബാറ്ററി ലൈഫും നോക്കുന്നവർക്കും റിയൽമി 7 പ്രോയും നല്ല ഓപ്ഷൻ തന്നെയാണ്. കൂടാതെ റിയൽമി 7 പ്രോയിലാകട്ടെ സ്പെഷ്യൽ എഡിഷൻ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ലെതർ ഫിനിഷോട് കൂടിയ ഫോൺ ഇന്നലെയാണ് അവർ ലോഞ്ച് ചെയ്തത്. ഈ ഒരു കളർ കോമ്പിനേഷൻ കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. 20,000 രൂപ തന്നെയാണ് അതിൻ്റെയും പ്രൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഇതുപോലുള്ള മറ്റു വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.